നാലാമത്തെ അധ്യായമാണ് രണ്ടാം കൃതി സമവാക്യങ്ങൾ. ഇവിടെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം 0. ഇവിടെ ആ സമവാക്യത്തിൻ്റെ കൃതി 2 ആണ്. അവിടെ ഒരു നിബന്ധന എ എന്ന് പറയുന്നത് 0 ആവരുത്. എ 0 ആയി കഴിഞ്ഞാൽ അവിടുത്തെ ആദ്യത്തെ പദം മൊത്തം 0 ആയിട്ട് പോകും. അതുകൊണ്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം 0 എന്നതാണ് ഒരു രണ്ടാം കൃതി സമവാക്യം. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2x സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 സമം 0. ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2x സ്ക്വയർ മൈനസ് 4x സമം 0. ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. നാലാമത്തെ ഉദാഹരണം എക്സ് സ്ക്വയർ മൈനസ് 9 സമം 0. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. ഒരു എക്സ് സ്ക്വയർ 1 അവിടെ എഴുതേണ്ട ആവശ്യം ഇല്ല. ഇവിടെ നമുക്ക് ഈ വർഗമൂലം കാണുന്നത് ഒന്ന് ഓർത്ത് നോക്കാം. ഇപ്പോൾ 49ൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ 49 കിട്ടും. അപ്പോൾ 7 ഗുണിക്കണം 7 49 ആണ്. -7 ഗുണിക്കണം -7 49 ആണ്. അപ്പോൾ 49 എന്നതിൻ്റെ വർഗമൂലം 7 ഉണ്ട്, -7 ഉണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് -7 പരിഗണിക്കേണ്ടി വരില്ല എന്ന് മാത്രം. അതായത് ഒരു വയസ്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ -7 വയസ്സ് എന്ന് പറയാറില്ല. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് √5നെ √5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 5 ആണ് കിട്ടുക. അതേസമയത്ത് -100 എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ -100 കിട്ടണം. അത് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണ്. ഇനി ഇവിടെ നമ്മൾ ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ചില കാര്യങ്ങളൊന്ന് ഓർക്കേണ്ടി വരും. അത് നമുക്കറിയാം, 8ാം ക്ലാസ്സിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 5ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9. അപ്പോൾ ആ പ്ലസ് വരുന്ന സമയത്തും മൈനസ് വരുന്ന സമയത്തുള്ള ആ പ്രത്യേകത നമുക്കൊന്ന് ഓർമ്മ ഉണ്ടാവണം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതേപോലെ 8ാം ക്ലാസ്സിൽ തന്നെ പഠിച്ച മറ്റൊന്നാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നത്. ഇവിടെ 9x സ്ക്വയർ മൈനസ് 64. 9 എന്ന് പറയുന്നത് 3 ഗുണിക്കണം 3 ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഗുണിക്കണം എക്സ് ആണ്. 64 എന്ന് പറയുന്നത് 8 ഗുണിക്കണം 8 ആണ്. അപ്പോൾ 9x സ്ക്വയർ മൈനസ് 64 നമുക്ക് എങ്ങനെ എഴുതാം? 3x പ്ലസ് 8 ഇൻറ്റു 3x മൈനസ് 8 എന്ന രീതിയിൽ എഴുതാം. നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും.
ഇനി മറ്റൊരു മുന്നറിവായിട്ട് നമുക്ക് പറയാവുന്നത്, നമുക്ക് പിയും ക്യൂവും അത് ഗുണിച്ചു കഴിഞ്ഞാൽ 0 കിട്ടുമെങ്കിൽ അവിടെ 3 സാധ്യതകളാണുള്ളത്. ഒന്ന് പി 0 ആവാം, അല്ലെങ്കിൽ ക്യൂ 0 ആവാം, അല്ലെങ്കിൽ പിയും ക്യൂവും 0 ആവാം. ഈ ഒരു ആശയവും നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. ഇവിടെ നമ്മൾ ഈ ചരത്തിൻ്റെ വിലയാണ് കാണേണ്ടത്. രണ്ടാകൃതി സമവാക്യങ്ങളായതുകൊണ്ട് തന്നെ അതിന് 2 വിലകളുണ്ടാവും. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചില സമയത്ത് നമ്മൾ നെഗറ്റീവ് വിലകൾ പരിഗണിക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന വാക്ക് പരിഹാരം എന്നാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ആ എക്സിൻ്റെ വില എക്സിൻ്റെ വേണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ എക്സ് പൊതുവെ കൊടുക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ x² - 25 = 0 ആണെങ്കിൽ എക്സിൻ്റെ വിലകൾ ഏതൊക്കെയാണ്? അതേപോലെ x² - 9 = 0 ആണെങ്കിൽ എക്സിൻ്റെ വിലകൾ ഏതൊക്കെയാണ്? ഇതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അതിൻ്റെ പരിഹാരം കാണുക എന്ന രീതിയിലാണ് ഇത് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇവിടെ x² - 25 = 0. ആ -25 -25 അങ്ങോട്ട് പോകുമ്പോൾ അത് 25 ആവും, +25 ആവും. ഇപ്പോൾ x² = 25. അപ്പോൾ 25ൻ്റെ വർഗ്ഗമൂലം നമ്മൾ പറഞ്ഞു 5 ഉണ്ട്, -5 ഉണ്ട്. അത് നമുക്ക് 2 ഉത്തരം കിട്ടി. ഒന്ന് 5 ആണ്, ഒന്ന് -5 ആണ്. ഇനിയിപ്പോൾ x² - 9 = 0. x² - 9 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x + 3 × x - 3 = 0 എന്ന രീതിയിലും എഴുതാം. അപ്പോൾ x + 3 = 0 ആണെങ്കിൽ x -3 എന്ന് കിട്ടും. x - 3 0 ആണെങ്കിലോ x 3 എന്നും കിട്ടും. ഇതാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച p × q 0 ആവുമ്പോൾ ഒന്നെങ്കിൽ p 0 അല്ലെങ്കിൽ q 0 അല്ലെങ്കിൽ പിയും ക്യൂവും 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ x + 3 × x - 3 0 ആവുമ്പോൾ ഒന്നെങ്കിൽ x + 3 0 ആവും, അല്ലെങ്കിൽ x - 3 0 ആവും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില -3 3 കിട്ടും. ഇത് നമ്മൾ ഒന്നാമത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും. x² = 9. 9ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 3 -3 ആണ്. അവിടെ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആ പ്രവർത്തനങ്ങൾക്ക് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം നോക്കുക. 9x² - 64 = 0. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് a² - b² a + b × a - b എന്ന പ്രത്യേകതയാണ്. 9 എന്ന് പറഞ്ഞാൽ 3 × 3, x എന്ന് പറഞ്ഞാൽ x² എന്ന് പറഞ്ഞാൽ x × x, 64 എന്ന് പറഞ്ഞാൽ 8 × 8. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 3x + 8 × 3x - 8 = 0. അപ്പോൾ നമ്മൾ 3x + 8 0 ആവുകയാണെങ്കിൽ x -8/3 എന്ന് കിട്ടും. അതേപോലെ 3x - 8 0 ആവുകയാണെങ്കിൽ x 8/3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 ഉത്തരം കിട്ടുന്നുണ്ട്. -8/3 8/3. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് a² - b² a + b × a - b എന്ന പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ആ ചോദ്യത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ചരമില്ലാത്ത പദം, അതായത് ഇല്ല, എല്ലാറ്റിൻ്റെ ഒപ്പം ചരമുണ്ട്. അപ്പോൾ 2x² - 4x = 0. ഇവിടെ നമുക്ക് ആ രീതി പറ്റില്ല. ഇവിടെ നമ്മളതിനെ ഒന്ന് മാറ്റി എഴുതുകയാണ് എങ്കിൽ 2x² 4x 2x ഉണ്ട്. അപ്പോൾ ആ 2x പുറത്തോട്ട് എടുക്കുമ്പോൾ 2x ബ്രാക്കറ്റിൽ × x - 2 എന്ന് വരും.
അപ്പോൾ 2x ഗുണിക്കണം എക്സ് 2x² തന്നെ കിട്ടും. 2x ഗുണിക്കണം -2 -4x എന്നും കിട്ടും. അതായത് 2x² - 4x എങ്ങനെ എഴുതി? 2x ഗുണിക്കണം, ആ ഗുണിക്കണം എന്നുള്ള ബ്രാക്കറ്റിലാണ് സൂചിപ്പിക്കുന്നത്. 2x ഗുണിക്കണം x - 2 എന്ന രീതിയിൽ എഴുതി. അപ്പോൾ 2x 0 ആവും, അല്ലെങ്കിൽ x - 2 0 ആവും. അപ്പം നമുക്ക് എക്സിൻ്റെ വില, ഒരു വില 0 കിട്ടും, ഒരു വില -2 കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഈ ചോദ്യത്തിന് ഉണ്ട്. അതുപോലെയുള്ള ചോദ്യത്തിന് മറ്റൊരു ഉദാഹരണമാണ് x² + x = 0. ഇവിടെ രണ്ടിലും പൊതുവായിട്ടുള്ള x² x ഉണ്ട്, എക്സിലും x ഉണ്ട്. അപ്പം അതിനെ എങ്ങനെ എഴുതാം? x² + x എങ്ങനെ എഴുതി? x × x + 1 എന്ന് എഴുതി. ആ ഇൻറ്റു ഗുണിക്കണം എന്നുള്ളത് അവിടെ ബ്രാക്കറ്റ് കൊണ്ടാണ് സൂചിപ്പിക്കുക. x × x + 1 = 0. അപ്പോൾ നമുക്ക് ഒന്നുകിൽ x 0 ആവും, അല്ലെങ്കിൽ x + 1 0 ആവും. അപ്പോൾ എക്സിൻ്റെ വില -1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1 0 ആണ്, 1 -1 ആണ്. ഒരു ഉദാഹരണം കൂടി പരിശോധിക്കാം. 4x² + 12x = 0. അപ്പോൾ ഈ 4x² + 12x നമ്മൾ മാറ്റി എഴുതി. അതിനെങ്ങനെ എഴുതി? 4x ഗുണിക്കണം x + 3 എന്ന് എഴുതി. 4x ഉം x ഉം ഗുണിച്ചാൽ 4x² കിട്ടും, 4x ഉം 3 ഉം ഗുണിച്ചാൽ 12x കിട്ടും. അപ്പോൾ നമ്മളതിനെ 4x ഗുണിക്കണം x + 3 എന്ന രീതിയിൽ എഴുതി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പിയും ക്യൂവും ഗുണിക്കുമ്പോൾ 0 ആവുകയാണെങ്കിൽ ഒന്നുകിൽ p 0, അല്ലെങ്കിൽ q 0, അല്ലെങ്കിൽ പിയും ക്യൂവും 0. ഇവിടെ 4x ഗുണിക്കണം x + 3 ആണ് 0 ആവുന്നത്. അപ്പോൾ 4x 0. അപ്പോൾ x എത്ര കിട്ടും? 0. അല്ലെങ്കിൽ x + 3 0. അപ്പോൾ x -3 എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ഉദാഹരണം നോക്കുമ്പോൾ ഒരു ഉത്തരം എന്ന് പറഞ്ഞത് 0 ആണ്. ഇത്തരം സമവാക്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് അതിലൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞത് 0 ആയിരിക്കും എന്നുള്ളതൊന്ന് ഓർക്കണം. ഇവിടെ ആ ചോദ്യങ്ങൾ ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. ഇവിടെ അതിൽ എല്ലാ പദങ്ങളും വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് x² + 10x + 24 = 0. രണ്ടാമത്തെ x² - 9x + 20 = 0. മൂന്നാമത്തെ x² + 3x - 40 = 0. ഇവിടെ ഓരോ സമയത്തും നമ്മൾ ആ എക്സിൻ്റെ വിലയാണ് കാണേണ്ടത്. ഇവിടെയും നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പ്രത്യേകത x + a × x + b. x + a ബ്രാക്കറ്റിൽ x + a, അടുത്ത ബ്രാക്കറ്റിൽ x + b സമം x² + a + b × x + ab എന്ന ഒരു കാര്യം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ പ്രത്യേകത ഉപയോഗിച്ച് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ആദ്യത്തെ x + 6 × x + 4 = 0. അവിടെ നമുക്ക് 6ഉം -4ഉം ആണ് അതിൻ്റെ പരിഹാരങ്ങളായിട്ട് കിട്ടുക. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം 6ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും, 6ഉം 4ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 24 കിട്ടും. അപ്പോൾ അവിടെ x + 6 × x + 4 = 0. അപ്പോൾ x + 6 0 ആകുമ്പോൾ x നമുക്ക് -6 കിട്ടും. ഇനി x + 4 ആണ് 0 എങ്കിൽ x -4 എന്നും കിട്ടും. അപ്പോൾ പരിഹാരങ്ങൾ -6ഉം -4ഉം കിട്ടും. ഇനി അടുത്തത്
x-5 ഇൻറ്റു x-4 സമം 0 രണ്ടാമത്തേൻ്റെ. ഇവിടെ -5ഉം -4ഉം കൂട്ടിക്കഴിഞ്ഞാൽ -9 എന്ന് കിട്ടും. -5ഉം -4ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. -5ഉം -4ഉം കൂട്ടിക്കഴിഞ്ഞാൽ -9 എന്ന് കിട്ടും. -5ഉം -4ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പരിഹാരം കാണുന്ന സമയത്ത് x-5 0 ആവുകയാണെങ്കിൽ x സമം 5 എന്ന് കിട്ടും. x-4 0 ആവുകയാണെങ്കിൽ x സമം 4 എന്ന് കിട്ടും. ഇപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ 5ഉം 4ഉം ആണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിൽ 8ഉം -5ഉം ആണ് വരിക. x+8 ഇൻറ്റു x-5 സമം 0. 8ഉം -5ഉം ഇത് കൂട്ടുമ്പോൾ നമുക്ക് 3 എന്നാണ് കിട്ടുക. അതേസമയത്ത് 8ഉം -5ഉം ഗുണിച്ചു കഴിഞ്ഞാൽ -40 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ കാണുന്ന സമയത്ത് x+8ഉം 0 ആകുമ്പോൾ x -8 എന്ന് കിട്ടും. x-5 0 ആകുമ്പോൾ x 5 എന്ന് കിട്ടും. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 8ാം ക്ലാസ്സിൽ പഠിച്ച x+a ഇൻറ്റു x+b സമം x² പ്ലസ് a+b ഇൻറ്റു x പ്ലസ് ab എന്ന പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ 2 സംഖ്യ, ഒരു സംഖ്യ 5ഉം ഒരു സംഖ്യ 3ഉം ആണ് എങ്കിൽ 5ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. 5ഉം 3ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 15 കിട്ടും. അപ്പോൾ ചോദ്യം എങ്ങനെ എഴുതാം? x² പ്ലസ് 8x പ്ലസ് 15 സമം 0. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിഹ്നം നോക്കണം, അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ഇനി 5ഉം -3ഉം ആണെങ്കിലോ? 5ഉം -3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. 5ഉം -3ഉം ഗുണിച്ചു കഴിഞ്ഞാലോ -15 എന്ന് കിട്ടും. നമ്മുടെ ചോദ്യം എങ്ങനെയാണ് വരിക? x² പ്ലസ് 2x മൈനസ് 15 സമം 0 എന്ന് കിട്ടും. ഇനി -5ഉം 3ഉം ആണെങ്കിലോ? അപ്പോൾ തുക എന്ന് പറയുന്നത് -2 ആവും, ഗുണനഫലം എന്ന് പറഞ്ഞത് -15 ആവും. നമ്മുടെ ചോദ്യം x² മൈനസ് 2x മൈനസ് 15 സമം 0 എന്ന് കിട്ടും. ഇനി -5ഉം -3ഉം ആണെങ്കിൽ അവിടെ തുക -8 ആണ് കിട്ടുക, ഗുണനഫലം 15 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ചോദ്യം x² മൈനസ് 8x പ്ലസ് 15 സമം 0 എന്ന് കിട്ടും. ഇത്തരത്തിൽ 2 സംഖ്യകൾ എടുത്ത് നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക, ആ ചോദ്യങ്ങളുടെ ഉത്തരവും കണ്ടെത്തുക. അപ്പോൾ സംഖ്യകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വ്യത്യസ്ത ഈ രണ്ടാം കൃതി സമവാക്യങ്ങളിലെ ചോദ്യങ്ങളൊക്കെ ഭാഷാവാക്യങ്ങളായിട്ടാണ് ഉണ്ടാവുക. അത്തരം ചോദ്യങ്ങളൊന്ന് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്താൻ കുറച്ച് എളുപ്പമുണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സമചതുരം കാണാം. അതിൻ്റെ ഒരു വശം 5 ആണ്. ഒരു ചെറിയ സമചതുരം കാണാം. അതിൻ്റെ ഒരു വശം 3 ആണ്. വലുതിൻ്റെ പരപ്പളവ് 25 ആണ്. ചെറുതിൻ്റെ പരപ്പളവ് 9 ആണ്. നമ്മൾ ചോദ്യം ഇതാണ്:
ഒരു സമചതുരത്തിൻ്റെ വശം 2 യൂണിറ്റ് കുറഞ്ഞപ്പോൾ പരപ്പളവ് 9 ആയി. സമചതുരത്തിൻ്റെ വശം കാണുക. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം നമ്മൾ എക്സ് എന്നെടുക്കുകയാണ് എങ്കിൽ രണ്ടാമത്തെ സമചതുരത്തിൻ്റെ വശം എക്സ് കുറയ്ക്കണം 2 എന്നെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സമചതുരത്തിൻ്റെ പരപ്പളവാണ് തന്നിട്ടുള്ളത്. ചോദ്യത്തിൽ 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമവാക്യം ഉണ്ടാക്കാം. എങ്ങനെയാണ്? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 വശം ഇൻറ്റു വശമാണല്ലോ സമം 9. 9 എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം 3 9. അപ്പോൾ ഒന്നുകിൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 സമം 3 ഗുണിക്കണം 3. ഇപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് 2 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് മൈനസ് 2 ഓൾ സ്ക്വയർ സമം 9 എന്ന് എഴുതാം. ഇപ്പോൾ 9ൻ്റെ വർഗ്ഗമൂലം നമ്മൾ 3 ഉണ്ട്, നെഗറ്റീവ് 3 ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് 2 സമം 3 എന്ന് എഴുതുകയാണ് എങ്കിൽ എക്സ് സമം 3 കൂട്ടണം 2 സമം 5 എന്ന് കിട്ടും. ഇനി എക്സ് മൈനസ് 2 സമം നെഗറ്റീവ് 3 എന്ന് എഴുതുകയാണെങ്കിൽ എക്സ് സമം നെഗറ്റീവ് 3 കൂട്ടണം 2 സമം നെഗറ്റീവ് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിന് 2 ഉത്തരങ്ങൾ കിട്ടും. ഒന്ന് 5ഉം ഒന്ന് നെഗറ്റീവ് 1. ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ അളവായതുകൊണ്ട് നമ്മൾ ഇവിടെ നെഗറ്റീവ് വില പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം 5 എന്ന് കിട്ടും. ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ആദ്യം അത് ഭാഷാവാക്യമാക്കി എഴുതി പിന്നീട് സമവാക്യം രൂപീകരിച്ച് നിർദ്ധാരണം ചെയ്ത് പരിഹാരം കാണാൻ ശ്രമിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കുക. ഇവിടെ ഒരു സമചതുരത്തിൻ്റെ വശം 5 യൂണിറ്റ് കൂടിയപ്പോൾ പരപ്പളവ് 225 ആയി. ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം കാണുക. ഇവിടെ ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം നമ്മൾ എക്സ് എന്നെടുക്കുക. രണ്ടാമത്തെ സമചതുരത്തിൻ്റെ വശം 5 യൂണിറ്റ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് 5 അതിൻ്റെ പരപ്പളവ് എങ്ങനെ കാണുക? വശം ഇൻറ്റു വശം. അപ്പോൾ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 5 സമം 15 ഗുണിക്കണം 15. കുറച്ചും കൂടി എളുപ്പത്തിൽ എഴുതി കഴിഞ്ഞാൽ എക്സ് പ്ലസ് 5 ഓൾ സ്ക്വയർ സമം 225 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 5 സമം 15. അപ്പോൾ എക്സ് സമം 15 കുറയ്ക്കണം 5 10 എന്ന് കിട്ടും. ഇനി എക്സ് പ്ലസ് 5 സമം നെഗറ്റീവ് 15. എക്സ് സമം നെഗറ്റീവ് 15 മൈനസ് 5 നെഗറ്റീവ് 20 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ നെഗറ്റീവ് വില പരിഗണിക്കേണ്ടതില്ല. നമുക്ക് ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം 10 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യവും ആദ്യം ഭാഷാവാക്യമായിട്ട് ചോദ്യം എഴുതുക, പിന്നീട് സമവാക്യം രൂപീകരിക്കുക, അത് ഒരു നിശ്ചിത ക്രമത്തിൽ എഴുതുക, അതിൻ്റെ പരിഹാരം കാണും. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഇതുപോലൊരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് സ്വയം ചെയ്തു നോക്കുക. ഇവിടെയൊക്കെ നമ്മൾ ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് സ്വയം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ രീതി കിട്ടും. നമുക്ക് ആ സമവാക്യ രൂപീകരണം കുറച്ചുകൂടി എളുപ്പമാവും. അതാണ് ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. സമവാക്യം രൂപീകരിക്കാൻ കഴിഞ്ഞാൽ
നമുക്കത് ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഇനി മറ്റൊരു ചോദ്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. നമ്മളിവിടെ ഒരു സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ട്. 4, 7, 10, 13, 16 എക്സെട്ര. ഇവിടെ നമുക്കറിയാം ആദ്യ പദം എന്ന് പറഞ്ഞത് 4 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞത് 3. ഇവിടെ അഞ്ചാമത്തെ പദം 16. 16ന്റെ വർഗം 16 ഗുണം 16 സമം 256. അപ്പോൾ ചോദ്യം ഇതാണ്: 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 256? 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 256? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 256ൻ്റെ വർഗമൂലം കാണണം. ഇപ്പോൾ 256ൻ്റെ വർഗമൂലം നമുക്കറിയാം 16 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 16 എന്നത് ഈ സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ അത് കാണാൻ പല രീതികളുണ്ട്. നമുക്കറിയാം ആദ്യ പദത്തോടു കൂടി 4 പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ പദമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ 16ൽ നിന്ന് 4 കുറയ്ക്കുക. 16 4 കുറച്ചാൽ 12 എന്ന് കിട്ടും. ആ 12നെ നമ്മൾ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി അതിനോട് ഒന്നുകൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അഞ്ചാമത്തെ പദം ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. 256ൻ്റെ വർഗ്ഗമൂലം കണ്ടു 16. ആ 16 എത്രാമത്തെ പദമാണ് എന്ന് നോക്കാൻ പല രീതികളുണ്ട്. അതിലൊരു രീതിയാണ് പറയുന്നത്. 16ന്ന് ആദ്യ പദം കുറച്ചു, അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടി. അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് 12 ഹരിക്കണം 3 4. മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 2500ൻ്റെ വർഗ്ഗമൂലം കാണണം. 50 50 ഗുണം 50 2500. 50ൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പോൾ 48 കിട്ടും. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞത് 3. 48നെ 3 കൊണ്ട് ഹരിച്ചാൽ ഒരു ഉത്തരം നമുക്ക് കിട്ടും. ആ ഉത്തരത്തോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. ആ ഉത്തരം ഒന്ന് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഈ ചിത്രം ഒന്ന് സൂം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അക്ഷരങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മളിവിടെ ഇവിടെ വർഗത്തികവ് എന്നൊരാശയം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കൊക്കെ ഒരു ചുവപ്പ് കളറിലുള്ള ഒരു ചതുരം കാണാം. അത് മുകളിലുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടൊരു നീല കളറിലുള്ള സമചതുരവും കാണാം. അപ്പം മുകളിലുള്ള ആ 2 കാര്യം നമ്മൾ ആദ്യം അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ താഴെ നമുക്കൊരു ചതുരമാണ് കിട്ടുക. അപ്പം ആ ചതുരത്തെ നമ്മളൊരു സമചതുരമാക്കിയിട്ടൊന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ, സമചതുരം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ ആണ് പറയുക. നമ്മൾ ആ ചുവപ്പ് കഷ്ണം മുകളിലെടുത്ത് വെച്ചു. അപ്പോൾ അവിടെ ചെറിയൊരു കഷ്ണം കുറവ് വരുന്നുണ്ട്. ആ കുറവ് വരുന്ന
കഷ്ണമാണ് ആ നീല നിറത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ചേർത്ത് വയ്ക്കുമ്പോൾ ആ സ്ക്വയർ പൂർത്തിയാവും, ആ വർഗം എന്ന് പറഞ്ഞത് പൂർത്തിയാവും. നമ്മൾ ആദ്യത്തെ ചതുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം പരപ്പളവ് എന്ന് പറഞ്ഞത്, നമുക്കിവിടെ ചിത്രം ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒന്നും കൂടി വ്യക്തമാവും. ഇവിടെ 96 + 4 = 100. ആദ്യത്തെ ചതുരം എന്ന് പറഞ്ഞാൽ 64 16 16, അപ്പോൾ 96 ഉണ്ടാവുക. അപ്പോൾ അതിനോട് ഒരു പൂർണ്ണവർഗം വരണിച്ചാൽ 96നോട് 4 കൂട്ടണം, 100 എന്ന് കിട്ടും. ഇനി ഇതൊരു സമവാക്യമായിട്ട് എഴുതുകയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x² + 4x = 96 എന്ന് എഴുതാം. ഇതിനെ ഒരു വർഗം തികയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ഭാഗത്തും 4 കൂട്ടി. അപ്പോൾ അതിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ എങ്ങനെ വരും? x² + 4x + 4 = 96 + 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഗുണിച്ചാൽ 4, കൂട്ടിയാലും 4, അപ്പോൾ രണ്ടും രണ്ടുമാണ്. അപ്പോൾ x + 2 × x + 2 = 96ഉം 4 കൂട്ടിയാൽ 100. നമുക്ക് 10 ഗുണിക്കണം 10 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില x + 2 = 10 ആവുമ്പോൾ x = 10 കുറയ്ക്കണം 2 = 8 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് പോസിറ്റീവ് വില മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. നമുക്ക് ആ 8 എന്നുള്ള ഉത്തരം കിട്ടും ചെയ്യും. ഇവിടെ നമ്മൾ ഒരു വർഗം പൂർത്തീകരിക്കുക എന്ന ഒരു രീതിയാണ്. ഇത് വിശദമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം ചോദ്യങ്ങളുടെ നിർമ്മാണം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആ ഒരു ആശയം ലളിതമായിട്ട് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ആദ്യത്തെ പട്ടിക സൂചിപ്പിക്കുക. ആ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ എഴുതിയിട്ടുണ്ട് 1 മുതൽ 15 വരെ. ഓരോന്നിൻ്റെയും വർഗവും എഴുതിയിട്ടുണ്ട്. 1ൻ്റെ വർഗം 1, 2ൻ്റെ 4, അങ്ങനെ ക്രമത്തിൽ 15 × 15 225. ഇനി വർഗം പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മളതിൽ ഏതെങ്കിലും ഒരു പൂർണ്ണവർഗം എടുത്തു. ഇവിടെ ആദ്യം നമ്മൾ എടുത്തത് 225. ഇനി 225 നിന്ന് 1 കുറയ്ക്കുക. പൂർണ്ണവർഗേ കുറയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ 225 നിന്ന് 1 കുറച്ചാൽ 224 കിട്ടും. അപ്പോൾ നമ്മുടെ സമവാക്യം എന്ന് പറഞ്ഞാൽ x² + 2x = 224 എന്നതാണ്. അപ്പോൾ നമുക്കിത് പൂർണ്ണവർഗം ആക്കണമെങ്കിൽ 2ൻ്റെ പകുതി 1, ആ 1ൻ്റെ വർഗം 1 തന്നെയാണ്. ആ 1 2 ഭാഗത്തും കൂട്ടണം. അപ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും? x² + 2x + 1 = 224 + 1 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. 225 നിന്ന് 4 കുറച്ചു. അപ്പോൾ എത്ര കിട്ടിയത്? 221 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സൂത്രവാക്യം രണ്ടാം ക്ലാസ് സമവാക്യം x² + 4x = 221 എന്ന് കിട്ടും. ഇനി 4ൻ്റെ പകുതി 2, 2ൻ്റെ വർഗം 4, ആ 4 2 ഭാഗത്തും കൂട്ടുക. അപ്പോൾ x² + 4x + 4 = 221 + 4, 225 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. 225 നിന്ന് 9 കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്?
216 എന്ന് കിട്ടി. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x സമം 216. 6ൻ്റെ പകുതി 3, 3ൻ്റെ വർഗം 9. ആ 9 രണ്ട് ഭാഗത്തും കൂട്ടുക. അപ്പോൾ നമ്മുടെ ചോദ്യം എക്സ് സ്ക്വയർ പ്ലസ് 6x സമം 216 ആണ്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 6ൻ്റെ പകുതി 3, 3ൻ്റെ വർഗം 9. ആ 9 രണ്ട് ഭാഗത്തും കൂട്ടുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 സമം 216 പ്ലസ് 9 എന്ന് കിട്ടും. ഇനി നമ്മൾ 225 പകരം 144 എടുത്തത് എങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. 144 എടുത്തത് എങ്കിൽ 144 നിന്ന് നമ്മളിപ്പോൾ 16 കുറച്ചെന്ന് വയ്ക്കുക. 144 നിന്ന് 16 കുറച്ചെങ്കിൽ 128 എന്ന് കിട്ടും. 144 നിന്ന് 16 കുറച്ചത് എങ്കിൽ 128 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് വരിക? എക്സ് സ്ക്വയർ പ്ലസ് 8x സമം 128. 144 നിന്ന് 16 നമ്മൾ കുറച്ചത്. ഇപ്പോൾ 128 എന്ന് കിട്ടും. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 8x സമം 128 എന്ന് കിട്ടും. അപ്പോൾ 8ൻ്റെ പകുതി 4, 4ൻ്റെ വർഗം 16. അപ്പോൾ അതിൻ്റെ ഉത്തരം കാണുമ്പോൾ 8ൻ്റെ പകുതി 4, ആ 4ൻ്റെ വർഗമായിട്ടുള്ള 16 രണ്ട് ഭാഗത്തും കൂട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 സമം 128 പ്ലസ് 16 എന്ന് എഴുതാം. പിന്നീട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ ഇവിടെ കുറേ ചോദ്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 7 7 14 ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന രീതി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ട് വർഗം പൂർത്തീകരിക്കുക എന്ന രീതിയിൽ അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഈ വർഗം പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ഇവിടെ ചോദ്യം ഇതാണ്: ഒരു ചതുരത്തിൻ്റെ നീളത്തിനേക്കാൾ 2 യൂണിറ്റ് കൂടുതലാണ് അതിൻ്റെ വീതി. അതിൻ്റെ പരപ്പളവ് 48 ആണെങ്കിൽ നീളവും വീതിയും കാണുക. അപ്പോൾ നീളത്തിനേക്കാൾ 2 യൂണിറ്റ് കുറവാണ് വീതി എന്ന് പറയാം. ഇനി തിരിച്ചു പറയുകയാണെങ്കിലോ, വീതിയേക്കാൾ 2 യൂണിറ്റ് കൂടുതലാണ് നീളം. രണ്ട് രീതിയിലും പറയാം. അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയണം. അതിൻ്റെ ഉത്തരം കാണുന്ന രീതിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഞാൻ പറയാം: ഒരു ചതുരത്തിൻ്റെ വീതിയേക്കാൾ 2 യൂണിറ്റ് കൂടുതലാണ് നീളം. പരപ്പളവ് 48 ആണെങ്കിൽ അതിൻ്റെ നീളവും വീതിയും കാണുക. അപ്പോൾ വീതി എക്സ് ആണെങ്കിൽ നീളം എന്ന് പറഞ്ഞത് എക്സ് കൂട്ടണം 2 ആണ്. പരപ്പളവ് കാണുക എന്ന് പറഞ്ഞാൽ നീളം വീതി ഗുണിക്കുകയാണ്. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2 ഗുണിച്ച് കഴിഞ്ഞാൽ 48 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x സമം 48. എക്സും എക്സും ഗുണിച്ചാൽ എക്സ് സ്ക്വയർ കിട്ടും. എക്സും 2 ഗുണിച്ചാൽ 2x കിട്ടും. സമം 48. ഇനി വർഗം പൂർത്തീകരിക്കുക എന്ന രീതിയിൽ ഈ കണക്ക് ചെയ്യുകയാണ്. അപ്പോൾ എക്സിൻ്റെ ഒപ്പമുള്ള സംഖ്യ 2 ആണ്. 2ൻ്റെ പകുതി 1, 1ൻ്റെ വർഗം 1. അത് രണ്ട് ഭാഗത്തും കൂട്ടുകയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സമം 48 പ്ലസ് 1. അപ്പോൾ 48 പ്ലസ് 1 49 ആണ്. 49ൻ്റെ
വർഗമൂലം 7 അപ്പോൾ x+1 എങ്ങനെയാണ് x+1 കിട്ടിയത്? ഗുണിച്ചു കഴിഞ്ഞാൽ x+1 ഇൻറ്റു x+1 ആണ് അവിടെ വരിക. 1 ഗുണിച്ചാൽ 1, 1 കൂട്ടിയാൽ 2. അപ്പോൾ x+1 സമം 7 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 7 കുറയ്ക്കണം 1, 7 കുറയ്ക്കണം 1, 6 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ പോസിറ്റീവ് വില മാത്രം പരിഗണിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം എങ്ങനെ നമുക്ക് പറയാം? ഒരു ചതുരത്തിൻ്റെ നീളത്തിനേക്കാൾ 2 യൂണിറ്റ് കുറവാണ് വീതി. നീളത്തിനേക്കാൾ 2 യൂണിറ്റ് കുറവാണ് വീതി. പരപ്പളവ് 120 ആണെങ്കിൽ നീളവും വീതിയും കാണുക. അപ്പോൾ നീളം x ആണെങ്കിൽ വീതി x കുറയ്ക്കണം 2. അപ്പോൾ x ഗുണിക്കണം x കുറയ്ക്കണം 2. അതാണല്ലോ നീളം വീതി ഗുണിച്ചാലാണല്ലോ പരപ്പളവ് കിട്ടുക. അപ്പോൾ എക്സും ഗുണിച്ചാൽ x² എന്ന് കിട്ടും. എക്സും 2 ഗുണിച്ചാൽ -2 ഗുണിച്ചാൽ x² -2x എന്ന് കിട്ടും. x² -2x എന്ന് കിട്ടും. അവിടെ പ്ലസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. x² -2x സമം 120 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2ന്റെ പകുതി 1, 1ന്റെ വർഗം 1 ആണ്. വർഗം പൂർത്തീകരിക്കാനായിട്ട് 2 ഭാഗത്തും നമ്മൾ 1 കൂട്ടി. ഇപ്പം എങ്ങനെ വരും? x² -2x + 1 സമം 120 + 1. ഇനി x² -2x + 1 എന്ന് പറഞ്ഞാൽ x - 1 ഹോൾ സ്ക്വയർ ആണ്. x - 1 ഹോൾ സ്ക്വയർ ആണ്. നമ്മൾ a - b ഹോൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. ഇനി വേറെ രീതിയിലും ആലോചിക്കാം. ഗുണിച്ചാൽ 1, കൂട്ടിക്കഴിഞ്ഞാൽ -2. 1 ഗുണിച്ചാൽ 1 കിട്ടും. അപ്പോൾ 1 കൂട്ടിക്കഴിഞ്ഞാൽ 2 ആണ് കിട്ടുക. അപ്പോൾ 1 ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -1 -1 ഗുണിച്ചാൽ 1 കിട്ടും. -1 കൂട്ടിക്കഴിഞ്ഞാൽ -2 കിട്ടും. ഈ രീതിയിലും ചെയ്യാം. തുക ഗുണനഫലം എന്ന ആശയം ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് x - 1 സമം 11 എന്ന് കിട്ടും. x 11 കൂട്ടണം 1 സമം 12 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. നിങ്ങൾ തന്നെ സമവാക്യം രൂപീകരിക്കുക. അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തുക. ഇവിടെ നമുക്ക് പോസിറ്റീവ് വില മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. അത് വശങ്ങളുടെ അളവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. ഒരു ചതുരത്തിൻ്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 മീറ്റർ നീളം കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് 224 ചതുരശ്ര മീറ്റർ. വശങ്ങളുടെ നീളം എത്രയാണ്? ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഇതുപോലുള്ള മറ്റു പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വയം തയ്യാറാക്കുക. സ്വയം അതിൻ്റെ പരിഹാരങ്ങളും കണ്ടെത്തുക. മറ്റൊരു പ്രവർത്തനം കൂടി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ നമുക്കുണ്ടാക്കി സമവാക്യം രൂപീകരിച്ച് അതിനെ ഒരു ക്രമപ്പെടുത്തി എഴുതി വർഗം പൂർത്തീകരിച്ച് പരിഹാരം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ആ ചോദ്യം തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാവും. ആശയം മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം ആകും. ഇതുപോലെ മറ്റു ചോദ്യങ്ങളും നിങ്ങൾക്കുണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 120 ആയാൽ സംഖ്യകൾ കാണുക. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വേറെ ഉദാഹരണം എടുത്ത് ചോദ്യമാക്കി ഭാഷാവാക്യത്തിലെ ചോദ്യം എഴുതി
ചെയ്തു നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് അറിയുന്ന ഒരു സംഖ്യ എടുത്ത് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പൊക്കെ കിട്ടും. അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്തത് എക്സിനോട് 2 കൂട്ടിയതാണ്. ഇപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 സമം 120. എക്സ് സ്ക്വയർ പ്ലസ് 2x സമം 120. 2ൻ്റെ പകുതിയാണ് 1, 1ൻ്റെ വർഗ്ഗമാണ് 1. 2 ഭാഗത്തും 1 കൂട്ടി. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ളത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ഗുണിച്ചാൽ 1 കൂട്ടിയാൽ 2. 1 1 ഗുണിച്ചാൽ 1 കിട്ടും, 1 1 കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടും. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ എക്സ് പ്ലസ് 1 സമം 11. എക്സ് സമം 11 കുറയ്ക്കണം 1 സമം 10. അപ്പോൾ ആദ്യത്തെ സംഖ്യ 10. അപ്പോൾ അടുത്ത ഇരട്ട സംഖ്യ കാണാമല്ലോ. സംഖ്യ ഏതായിരിക്കും? 12. ഇതേപോലെ ഒരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. വേറൊരു ചോദ്യം ഉണ്ടാക്കി സമവാക്യം രൂപീകരിച്ച് അതിൻ്റെ പരിഹാരം കാണും. ഇവിടെ വേറൊരു ചോദ്യമാണ്, അത് സമാന്തര ശ്രേണിത്തെ ചോദ്യമാണ്. ഇവിടെയും പൊതുവ്യത്യാസം 6 ആയി എന്നേ ഉള്ളൂ. ഇരട്ട സംഖ്യ ആകുമ്പോൾ പൊതുവ്യത്യാസം 2 ആവും. ഇവിടെ പൊതുവ്യത്യാസം 6 ആയി. ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചോദ്യങ്ങൾ തയ്യാറാക്കി പഠിക്കുമ്പോൾ നമുക്ക് അതെങ്ങനെ കിട്ടും എന്നുള്ളത് അറിയാൻ കഴിയും. അപ്പോൾ ചോദ്യം നിങ്ങൾ സ്വയം തയ്യാറാക്കി സമവാക്യം രൂപീകരിച്ചിട്ട് ചെയ്തു നോക്കുക. ഇവിടെയും അതുപോലെ തന്നെയാണ്. 6ൻ്റെ ഗുണിതങ്ങൾ, അടുത്തടുത്ത 2 ഗുണിതങ്ങൾ. അത് 6 വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ സംഖ്യ എടുക്കാം. 6ൻ്റെ 2 ഗുണിതങ്ങളുടെ ഗുണനഫലം 72 ആയാൽ ഏതൊക്കെയാണ് ആ സംഖ്യകൾ? അപ്പോൾ നിങ്ങൾക്കും ഒരു ചോദ്യം തയ്യാറാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ എക്സ് പ്ലസ് 6, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 സമം 72. എക്സ് സ്ക്വയർ പ്ലസ് 6x സമം 72. 6ൻ്റെ പകുതി 3, 3ൻ്റെ വർഗ്ഗം 9. ആ 9 2 ഭാഗത്തും കൂട്ടുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 സമം 72 പ്ലസ് 9. 72ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ 81 ആണ്. ഇവിടെ വർഗ്ഗം പൂർത്തീകരിച്ചു. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഗുണിച്ചാൽ 9 കൂട്ടിയാൽ 3. അപ്പോൾ എക്സ് പ്ലസ് 3 സമം 9. അപ്പോൾ എക്സ് സമം 6 എന്ന് കിട്ടും. അപ്പോൾ 6ഉം 12. ഇതേപോലെ ഒരു ചോദ്യം തയ്യാറാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കും. ഇവിടെ ആ ചോദ്യം ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് bx സമം മൈനസ് സി, നെഗറ്റീവ് സി. നമ്മളെന്താ ചെയ്തത്? എക്സ് സ്ക്വയർ പ്ലസ് bx പ്ലസ് സി സമം 0. ആ സി വലത്തോട്ട് പോയപ്പോൾ മൈനസ് സി ആയി. നമ്മൾ വർഗം പൂർത്തീകരിക്കുന്ന രീതിയിൽ ഈ കണക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പരിഹാരം കിട്ടുന്നത് എക്സ് സമം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നതാണ്. ഇതൊരു സൂത്രവാക്യമായിട്ട് നമ്മളൊന്ന് പഠിക്കണം, നല്ലതാണ്. നമ്മൾ ഇതുവരെ ചെയ്ത കണക്കിലൊക്കെ എക്സ് സ്ക്വയറിൽ എ എന്ന് പറഞ്ഞത് 1 ആയിരുന്നു. എ 1 തന്നെ വരണം നിർബന്ധമില്ല, അല്ലാത്ത സംഖ്യകളും ആവാം. ആ സമയത്ത് നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ സൂത്രവാക്യത്തിൽ എത്തിച്ചേർന്നത് എന്നുള്ളത് ഞങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തും ആ എ ഒഴിവാക്കണം. എ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എ 1 വരണ്ടേ, എ കൊണ്ട് ഹരിച്ചു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് bx സമം മൈനസ് ബി, എല്ലാറ്റിനെയും എ കൊണ്ട് ഹരിച്ചപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് b/a ഇൻറ്റു എക്സ് സമം മൈനസ് c/a എന്ന് കിട്ടി.
ഇനി നമ്മൾ ആ എക്സിൻ്റെ ഒപ്പമുള്ള സംഖ്യ എന്ന് പറഞ്ഞത് b/a ആണ്. ആ b/aയുടെ പകുതിയുടെ വർഗം കൂട്ടുക രണ്ട് ഭാഗത്തും. അതിൻ്റെ പകുതിയുടെ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b²/4a² ആണ്. അത് രണ്ട് ഭാഗത്തും കൂട്ടി നമ്മളതൊന്ന് ക്രമപ്പെടുത്തി എഴുതി വരുന്ന സമയത്താണ് നമുക്ക് -b ± √b² - 4ac എന്ന ഒരു സൂത്രവാക്യം കിട്ടുന്നത്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ സൂത്രവാക്യത്തിൻ്റെ നിർദ്ധാരണം ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ചോദ്യമുണ്ട്. x² - 20x + 51. x² - 20x + 51 = 0 എന്ന് എഴുതണം. അവിടെ എഴുതണം. ഇവിടെ a എന്ന് പറഞ്ഞത് 1 ആണ്, b എന്ന് പറഞ്ഞത് -20 ആണ്, c എന്ന് പറഞ്ഞത് 51 ആണ്. x² - 20x + 51 = 0. ഇനി നമുക്ക് ഈ b² - 4ac കാണുകയാണ്. അവിടെ √b² - 4ac അതിൻ്റെ വർഗം മൂലം കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് b എന്ന് പറഞ്ഞാൽ -20 × -20 400 എന്ന് കിട്ടും. -4ac -4 × 1 × 51, അപ്പോൾ അത് 408 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് -8 400 കുറയ്ക്കണം, 408 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ -8 ആണ് കിട്ടുക. അപ്പോൾ b² - 4ac എന്ന് പറഞ്ഞത് നമുക്ക് നെഗറ്റീവ് കിട്ടി. ഇപ്പോൾ എക്സിന് ഏത് വില കൊടുത്തു കഴിഞ്ഞാലും x² - 20x + 51 എന്നത് 0 ആകില്ല. അപ്പോൾ b² - 4ac ആ വിവേചകം എന്നാണ് അതിന് പറയുക. അത് നെഗറ്റീവായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പരിഹാരം കാണാൻ കഴിയില്ല, പരിഹാരമില്ല എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് b² - 4ac ആണ്. അതനുസരിച്ചിട്ട് ഇതിൻ്റെ പരിഹാരങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. അത് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് പരിഹാരം ഇല്ല എന്ന് പറയാം. ഇനി നമുക്ക് രണ്ടാം കൃതി സമവാക്യങ്ങളിലെ ചില പ്രവർത്തനങ്ങളിലേക്ക് വരാം. ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് സമവാക്യം രൂപീകരിക്കുക. അതിൻ്റെ പരിഹാരം കാണാം. അപ്പം അതിൽ ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറഞ്ഞത് ചതുരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 40 ആണ്, ചുറ്റളവ് 28 ആണ്. വശങ്ങൾ കണ്ടുപിടിക്കുക. പരപ്പളവ് 40, ചുറ്റളവ് 28, നീളവും വീതി കാണണം. ഈ രീതിയിൽ വേറൊരു ചോദ്യം നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയണം. അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്താനും പറ്റണം. ഇവിടെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 40, ചുറ്റളവ് 28, നീളവും വീതിയും കാണുക എന്നതാണ്. അപ്പോൾ നമുക്ക് ചുറ്റളവ് എന്നതിൻ്റെ പകുതി, ചുറ്റളവ് കാണുമ്പോൾ 2 നീളവും 2 വീതി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞത് ഒരു നീളവും ഒരു വീതിയും കൂട്ടിയതാണ്. അതായത് നീളവും വീതിയും കൂട്ടിയത് ചുറ്റളവിൻ്റെ പകുതിയാണ്. അപ്പോൾ നമുക്ക് 28ൻ്റെ പകുതി 14 എന്ന രീതിയിൽ കിട്ടി. ഇനി
പരപ്പളവ് നമുക്കറിയാം തന്നിട്ടുണ്ട് 40 ആണ്. ഇനി നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 14 കിട്ടി. അപ്പോൾ ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പ ഒരു മാർഗം, ആ 14ൻ്റെ പകുതി 7. അപ്പോൾ നമുക്ക് നീളം 7 പ്ലസ് എക്സ് എന്നെടുക്കുക, വീതി 7 മൈനസ് എക്സ് എന്നും എടുക്കുക. 7ഉം 7ഉം കൂട്ടിയാൽ 14 കിട്ടും. എക്സും മൈനസ് എക്സും കൂടി 0 ആവും. അപ്പോൾ 7 പ്ലസ് എക്സ് നീളവും 7 മൈനസ് എക്സ് വീതി ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 7 പ്ലസ് എക്സ് ഇൻറ്റു 7 മൈനസ് എക്സ് ആണ്. ഇത് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 7 പ്ലസ് എക്സ് ഇൻറ്റു 7 മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം? 7 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 7 സ്ക്വയർ 49 ആണ്. അപ്പോൾ 49 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. 49 മൈനസ് എക്സ് സ്ക്വയർ സമം 40. 40 തന്നിട്ടുണ്ട്. ഇനി ആ മൈനസ് എക്സ് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആവും. 40 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 40 ആവും. അപ്പോൾ 49 നിന്ന് 40 കുറച്ചാൽ 9 കിട്ടും. 9 സമം എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 3 എന്ന് കിട്ടും. പോസിറ്റീവ് വിലയെ എടുക്കുന്നുള്ളൂ, 3 എന്ന് കിട്ടും. അപ്പോൾ നീളം എന്ന് പറഞ്ഞത് 7 കൂട്ടണം 3 10 വീതി എന്ന് പറഞ്ഞത് 7 കുറയ്ക്കണം 3 4 ആണ്. ഈ രീതിയിൽ അതിൻ്റെ നീളവും വീതിയും കിട്ടും. നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് വരാം. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 525, ചുറ്റളവ് 100, നീളവും വീതിയും കാണുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചുറ്റളവിൻ്റെ പകുതിയാണ് നീളവും വീതിയും കൂട്ടിയത്. അപ്പോൾ 100ൻ്റെ പകുതി 50. അപ്പോൾ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. ആ 50ൻ്റെയും പകുതി 25. അപ്പോൾ നീളം എങ്ങനെ എടുക്കാം? 25 പ്ലസ് എക്സ് എന്നെടുക്കാം. വീതി 25 മൈനസ് എക്സ് എന്നെടുക്കാം. ഇനി എക്സ് കാണേ വേണ്ടു. അപ്പോൾ നമുക്ക് 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ് സമം നമുക്ക് തന്നിട്ടുണ്ട് 525. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ് പഠിച്ച പോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 25ൻ്റെ വർഗം 625, എക്സിൻ്റെ വർഗം എക്സ് സ്ക്വയർ. 625 മൈനസ് എക്സ് സ്ക്വയർ സമം 525. ഈ മൈനസ് എക്സ് സ്ക്വയർ വലത്തോട്ട് പോകുമ്പോൾ, സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയറായി. 525 കൂടെ ഇടത്തോട്ട് വരുമ്പോൾ മൈനസ് 525 ആയി. അപ്പോൾ 625 നിന്ന് 525 കുറച്ചാൽ 100 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ സമം 100 എന്ന് കിട്ടും. എക്സ് സമം 10 എന്ന് കിട്ടും. എക്സിൻ്റെ വില നെഗറ്റീവ് 10 ഉണ്ട്. നമുക്ക് ഇവിടെ അത് പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എക്സ് സമം 10 എടുത്തു. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 10 35 വീതി എന്ന് പറഞ്ഞാൽ 25 മൈനസ് 10 15 ആണ്. അപ്പോൾ 35 നീളവും 15 വീതി കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ തന്നത് ചുറ്റളവ് തന്നിട്ടുണ്ട്. അതിന് പുറമെ തന്നത് വികർണം ആണ്. ആ ചതുരത്തിൻ്റെ വികർണമാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പഠിച്ച 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കേണ്ടി വരും. കാരണം അവിടെ ഒരു മട്ടത്രികോണം വരുന്നുണ്ട്. നീളവും വീതിയും വികർണവും ചേർന്ന് ഒരു മട്ടത്രികോണം ഉണ്ടാവുകയാണ്. നമുക്ക് അതിൻ്റെ വികർണം എന്ന് പറഞ്ഞത് 15. പാദം നമുക്ക്
42ൻ്റെ പകുതി 21, നീളം വീതിയും കൂട്ടിയാൽ 21 അതിൻ്റെയും പകുതി 10.5. 10.5 കുറയ്ക്കണം 10.5 കൂട്ടണം എക്സ് നീളവും 10.5 കുറയ്ക്കണം എക്സ് വീതിയും ആയിട്ട് എടുക്കുക. 10.5യും 10.5യും കൂട്ടിക്കഴിഞ്ഞാൽ 21 കിട്ടുമല്ലോ. അപ്പോൾ 10.5 കൂട്ടണം എക്സ് നീളമായിട്ടും 10.5 കുറയ്ക്കണം എക്സ് വീതിയായിട്ടും എടുക്കുക. അപ്പോൾ നീളവും വീതിയും വികരണവും ചേർന്ന് ഒരു മട്ടത്രികോണം ഉണ്ടാവും. അതിൻ്റെ കർണം എന്ന് പറഞ്ഞത് വികരണം ആണ്. അപ്പോൾ നമുക്ക് 15ൻ്റെ വർഗം 225 നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 10.5 മൈനസ് എക്സ് അതിൻ്റെ വർഗം കാണണം. 10.5 മൈനസ് എക്സിൻ്റെ വർഗവും അതേപോലെ 10.5 പ്ലസ് എക്സിൻ്റെ വർഗവും കാണണം. അങ്ങനെ നമ്മൾ 8ാം ക്ലാസ് പഠിച്ച എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യേണ്ടി വരും. അതുപയോഗിച്ച് നമുക്കതിൻ്റെ വർഗം കാണണം. അപ്പോൾ നമുക്ക് 10.5 പ്ലസ് എക്സിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 110.25 പ്ലസ് 21x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. 10.5 മൈനസ് എക്സിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 110.25 മൈനസ് 21x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 220.5 പ്ലസ് 2x സ്ക്വയർ സമം 225 എന്ന് കിട്ടും. ഇപ്പോൾ 2x സ്ക്വയർ സമം 225 മൈനസ് 220.5. ഇപ്പോൾ 2x സ്ക്വയർ സമം 4.5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ സമം 4.5ൻ്റെ പകുതി, അതായത് എക്സ് സ്ക്വയർ സമം 2.25. എക്സ് സ്ക്വയർ 2.25 ആകുമ്പോൾ എക്സ് സമം 1.5 എന്ന് കിട്ടും. 1.5 എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോൾ നീളം എന്ന് പറഞ്ഞാൽ 10.5 കൂട്ടണം 1.5 12, വീതി എന്ന് പറഞ്ഞത് 10.5 കുറയ്ക്കണം 1.5 9 എന്ന് കിട്ടും. അപ്പോൾ നീളം 12ഉം വീതി 9 എന്നും കിട്ടും. ഇവിടെ നമുക്ക് വന്ന മാറ്റം നമ്മൾ പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കണം. അതേപോലെ അതിൻ്റെ പ്രത്യേകത ഉപയോഗിച്ചിട്ട് നീളവും വീതി കണ്ടെത്തണം എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ഇനി നമുക്കിവിടെ സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ടാവും. അത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കുക. നമ്മളൊരു സമാന്തര ശ്രേണി എഴുതുക. ഒരു സമാന്തര ശ്രേണി എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആദ്യ പദവും അറിയാം, പൊതുവ്യത്യാസവും അറിയാം. അങ്ങനൊരു സമാന്തര ശ്രേണി എഴുതി നോക്കുക. ഇവിടെ ചോദ്യം ഇതാണ്, സമാന്തര ശ്രേണി ഇതാണ്: 99, 97, 95 എക്സെട്ര. 99, 97, 95 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങളുടെ തുകയാണ് 900? അപ്പോൾ നമുക്ക് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 99 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 കുറഞ്ഞു വരികയാണല്ലോ. ഇനി പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, 900. ഇനി നമുക്ക് സമാന്തര ശ്രേണിയിൽ n പദങ്ങളുടെ തുക കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊതുവ്യത്യാസം -2, ആ -2ൻ്റെ പകുതി -1, അങ്ങനെയാണ് -n² അവിടെ വന്നിട്ടുള്ളത്. -1n², ഒന്നും എഴുതണമെന്നില്ല, -n².
ഇനി ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കാം. അപ്പോൾ 99 മൈനസ് -1, 99 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 100 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണി പഠിച്ച n പദങ്ങളുടെ തുക കാണാനുള്ള രീതി ഉപയോഗിച്ചിട്ടാണ് -n² പ്ലസ് 100n എന്ന കാര്യം കിട്ടിയത്. പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കാണുക, അതിൻ്റെ ഒപ്പം n കൊടുക്കുക, പിന്നെ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കുക, അതിൻ്റെ ഒപ്പം n കൊടുക്കുക. അപ്പോൾ -n² പ്ലസ് 100n എന്ന് കിട്ടും. ഇനി അതൊന്ന് ക്രമപ്പെടുത്തി എഴുതുമ്പോൾ n² മൈനസ് 100n പ്ലസ് 900 സമം 0 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ -n² ഒക്കെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് n² കിട്ടുന്നത്. -n² വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ n² ആയി, 100n വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -100n ആയി. ആ 900 അവിടെ തന്നെ ഉള്ളതാണ്. നമുക്ക് എങ്ങനെ എഴുതാം? n² മൈനസ് 100n പ്ലസ് 900 സമം 0. നമുക്കറിയാം, രണ്ട് സംഖ്യ ഗുണിച്ചാൽ 900 കൂട്ടിക്കഴിഞ്ഞാൽ -100. അപ്പോൾ -90ഉം -10ഉം കൂട്ടിയാൽ -100 കിട്ടും. -90ഉം -10ഉം ഗുണിച്ച് കഴിഞ്ഞാലോ 900 കിട്ടും. അപ്പോൾ നമുക്കവിടെ രണ്ട് വില കിട്ടും, ഒന്ന് 90, മറ്റൊന്ന് 10. ഈ രണ്ട് വിലകൾ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഈ രീതിയിലൊരു ചോദ്യം നമുക്ക് തയ്യാറാക്കാം. ഒരു സമാന്തര ശ്രേണി എഴുതിയിട്ട് നിങ്ങൾ ആദ്യം തുക കണ്ടെത്തുക, എന്നിട്ട് എത്ര പദങ്ങളുടെ തുകയാണ് എന്ന് ചോദ്യം തയ്യാറാക്കാൻ കഴിയും. ഇനി ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിൽ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ആദ്യ പദവും പദങ്ങളുടെ തുകയും തന്നിട്ടേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ പദം 1 ആണ്. ആദ്യ പദം 1 ആകുമ്പോൾ നമ്മൾ പഠിച്ച സൂത്രവാക്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണത്? 1 മുതൽ തുടർച്ചയായ എത്ര പദങ്ങളുടെ തുകയാണ് 300. 1 മുതലാവുമ്പോഴേ ഈ n × n+1/2 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ ആദ്യ പദം 1 ആണെങ്കിൽ നമുക്ക് ഈ രീതി ഉപയോഗിക്കാൻ പറ്റും. 1 മുതൽ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാവുന്ന വേണം. 1 മുതൽ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 300. അപ്പോൾ നമുക്ക് അതിൻ്റെ സമവാക്യം n × n+1/2 സമം 300. ആ /2 അങ്ങോട്ട് പോകുമ്പോൾ 2 ഗുണിക്കണം 300 600 ആവും. n² പ്ലസ് n സമം 600 എന്ന് കിട്ടും. ഞാൻ ക്രമപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ n² പ്ലസ് n മൈനസ് 600 സമം 0. ഇവിടെ 25ഉം 24ഉം, 25ഉം -24, 25 -24 ആവുമ്പോൾ 25 ന്ന് 24 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടി. ഒരു n എഴുതി കഴിഞ്ഞാൽ 1 അവിടെ ഉണ്ട്. 25ഉം -24ഉം ഗുണിച്ച് കഴിഞ്ഞാലോ -600 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 24ഉം n സമം 24, n സമം -25. ഇവിടെ നമുക്ക് 24 എടുത്താൽ മതി. അതിന് 1 മുതൽ തുടർച്ചയായിട്ടുള്ള 24 പദങ്ങളുടെ തുകയാണ് 300 എന്ന് പറഞ്ഞിട്ടുള്ളത്. 1 മുതൽ തുടർച്ചയായിട്ടുള്ള -25 പദങ്ങൾ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഇവിടെ നമുക്ക് n സമം 24 എന്നെടുത്താൽ മതി. പക്ഷെ ആദ്യത്തെ കണക്കിൽ അത് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ രണ്ട് ഉത്തരങ്ങളും പരിഗണിക്കേണ്ടി വരുന്നത്. കാരണം 99, 97, 95 അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവിലേക്കും പോകും. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക്
രണ്ട് സ്റ്റേജിൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. 90ഉം 10ഉം. ഇനി നമുക്ക് അനുപാതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. കുട്ടികളുടെ എണ്ണം നമുക്കറിയില്ല. അപ്പോൾ അവർക്ക് കുറച്ച് മിഠായികൾ വിതരണം ചെയ്യണം. വിതരണം ചെയ്യുന്ന മിഠായികളുടെ എണ്ണം നമുക്കറിയാം. നമുക്ക് അറിയുന്നത് മിഠായികളുടെ എണ്ണമാണ്, കുട്ടികളുടെ എണ്ണം അല്ല. ഇനി നമ്മൾ തുല്യമായിട്ട് വീതിക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആകെ 36 മിഠായി ഉണ്ട്. 36 കുട്ടികളാണ് ഉള്ളത് എങ്കിൽ ഓരോ കുട്ടിക്കും ഓരോ മിഠായി കിട്ടും. ഇനി 18 കുട്ടികളെ ഉള്ളൂ എങ്കിൽ ഓരോ കുട്ടിക്കും 2 മിഠായി കിട്ടും. ഞാൻ ക്ലാസ്സിൽ 12 കുട്ടികളെ ഉള്ളൂ എങ്കിൽ ഓരോ കുട്ടിക്കും 3 മിഠായി കിട്ടും. ഞാൻ ക്ലാസ്സിൽ ഒരു കുട്ടിയുള്ളൂവെങ്കിലോ ആ കുട്ടിക്ക് 36 മിഠായികൾ കിട്ടും. അപ്പോൾ ആകെയുള്ള 36 മിഠായികൾ 36 കുട്ടികൾക്ക് തുല്യമായി വിധിച്ചു കഴിഞ്ഞാൽ 36/36 1 എന്ന് കിട്ടും. ഒരു കുട്ടിക്ക് 1 കിട്ടുക. ആകെയുള്ള 36 മിഠായികൾ 18 കുട്ടികൾക്കാണ് നമ്മൾ വീതിക്കുന്നത് എങ്കിൽ ഒരു കുട്ടിക്ക് 36/18. ശ്രദ്ധിക്കുക. ഇപ്പോൾ 12 കുട്ടികളാണ് എങ്കിൽ ഓരോ കുട്ടിക്കും 36/12 3 മിഠായികൾ വീതം കിട്ടും. ഇനി 4 കുട്ടികളാണെങ്കിലോ ഓരോ കുട്ടിക്കും 36/4 9 മിഠായികൾ വീതം കിട്ടും. അപ്പോൾ കുട്ടികളുടെ എണ്ണം 12ൽ നിന്ന് 4ലേക്ക് എത്തുമ്പോൾ മിഠായികളുടെ എണ്ണം 3ൽ നിന്ന് 9ലേക്ക് എത്തി. കുട്ടികളുടെ എണ്ണം 12ൽ നിന്ന് 4ലേക്ക് എത്തുമ്പോൾ തുല്യമായി കിട്ടുന്ന മിഠായികളുടെ എണ്ണം 3ൽ നിന്ന് 9ലേക്ക് എത്തി. ഇത് നമുക്കൊരു ചോദ്യമാക്കിയിട്ട് മാറ്റുക ആണെങ്കിൽ 36 മിഠായികൾ കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു. 8 കുട്ടികൾ കുറവായാൽ ഓരോരുത്തർക്കും 6 മിഠായികൾ അധികം കിട്ടും. കുട്ടികളുടെ എണ്ണം കാണുക. ചോദ്യം ഇതാണ്. 36 മിഠായികൾ തുല്യമായി വീതിച്ചു. 8 കുട്ടികൾ കുറവായിരുന്നു എങ്കിൽ ഓരോരുത്തർക്കും 6 മിഠായികൾ അധികം കിട്ടും. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ എണ്ണം കാണുക. ഇതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക. 36/x-8, അതായത് ആകെ കുട്ടികളുടെ എണ്ണം x ആണ് എങ്കിൽ അതിന് 8 കുട്ടികളാണ് കുറഞ്ഞത്. അപ്പോൾ 36/x-8 എന്ന് പറഞ്ഞത് ഒരു കുട്ടിക്ക് കിട്ടിയ മിഠായികളുടെ എണ്ണാവും. ഇനി 36/x എന്ന് പറഞ്ഞതും ആദ്യം ഒരു കുട്ടിക്ക് കിട്ടിയ മിഠായികളുടെ എണ്ണം ആണ്. അപ്പോൾ രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തേത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 36/x-8 മൈനസ് 36/x സമം 6 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച a/b മൈനസ് c/d സമം AD മൈനസ് BC/BD എന്ന രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 36 × x ക്രോസായിട്ട് ഗുണിക്കുക മൈനസ്
36 ഇൻറ്റു എക്സ് മൈനസ് 8 സമം ആ ഛേദമായിട്ട് വരുന്ന എക്സ് ഇൻറ്റു എക്സ് മൈനസ് 8 വലത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നാവും 6 എക്സ് എക്സ് മൈനസ് 8 കിട്ടി. ഇതൊന്ന് ക്രമപ്പെടുത്തി എഴുതുമ്പോൾ 36x മൈനസ് 36x അത് പോയി മൈനസ് 288 സമം 6x² മൈനസ് 48 എന്ന് കിട്ടും. അതൊന്നും കൂടി ക്രമപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ 6x² മൈനസ് 48x മൈനസ് 288 സമം 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 6x² ആണ്. ആ x² ഒപ്പം നമുക്ക് 6 അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ 6 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് x² മൈനസ് 8x മൈനസ് 48 സമം 0. അപ്പോൾ മൈനസ് 12ഉം 4ഉം മൈനസ് 12ഉം 4ഉം ഗുണിച്ചു കഴിഞ്ഞാൽ മൈനസ് 48 ആണ്. മൈനസ് 12ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് 8 ആയി. അപ്പോൾ എക്സിൻ്റെ വില 12 അല്ലെങ്കിൽ മൈനസ് 4 എന്ന് കിട്ടും. അപ്പോൾ കുട്ടികളുടെ എണ്ണം നമ്മൾ നെഗറ്റീവ് വില എടുക്കേണ്ടതില്ല. കുട്ടികളുടെ എണ്ണം 12 എന്ന് കിട്ടും. ഈ രീതിയിലാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഈ ചോദ്യം തന്നെ ഇങ്ങനെ വേണിച്ചാലും മാറ്റാം. ആദ്യം 6 കുട്ടികളാണ്, പിന്നെ അത് 9 കുട്ടികളായി വയ്ക്കാം. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത് കുറയല്ലേ ചെയ്യാം. അങ്ങനെയും വേണമെങ്കിൽ ആ ചോദ്യമാക്കാം. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? ആകെ 36 മിഠായികളുണ്ട്. എല്ലാ കുട്ടികൾക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. 3 കുട്ടികൾ കൂടുതലായിരുന്നുവെങ്കിൽ ഓരോരുത്തർക്കും 2 മിഠായികൾ കുറവ് കിട്ടിയേനെ. കുട്ടികളുടെ എണ്ണം കാണുക. ഒന്നുകൂടി പറയാം. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് 36 മിഠായികൾ തുല്യമായി വീതിച്ചു കൊടുത്തു. പെട്ടെന്ന് 3 കുട്ടികൾ അധികമായി വന്നു ചേർന്നു. അപ്പോൾ ഓരോരുത്തർക്കും 2 മിഠായികൾ കുറവായിട്ടാണ് കിട്ടിയത്. കുട്ടികളുടെ എണ്ണം കാണുക. ഈ രീതിയിലും ചോദ്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ചെറിയ മാറ്റം വന്നു. എന്താ വന്നത്? 36/x. എക്സ് എന്ന് പറഞ്ഞ കുട്ടികളുടെ എണ്ണമാണ്. അതിന്ന് 36/x+3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 36/x മൈനസ് 36/x+3 സമം 2 എന്ന് കിട്ടും. ഇനി നമുക്ക് a/b മൈനസ് c/d എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ 36 ഇൻറ്റു x+3 മൈനസ് 36 ഇൻറ്റു എക്സ് സമം 2x x+3. ഇപ്പോൾ 36x പ്ലസ് 36 3 108 മൈനസ് 36x സമം 2x² പ്ലസ് 6x. ഇനി ആ പ്ലസ് 108 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 108 ആയി. 2x² പ്ലസ് 6x മൈനസ് 108 സമം 0. ആ x² ഒപ്പമുള്ള 2 ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് എല്ലാറ്റിനെയും 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ x² പ്ലസ് 3x മൈനസ് 54 സമം 0. അപ്പോൾ മൈനസ് 6ഉം 9ഉം ഗുണിച്ചാൽ മൈനസ് 54 കിട്ടും. കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് 6ഉം 9ഉം ആകുമ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 3 എന്നും കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 6ഉം -9. ഇവിടെ നമുക്ക് നെഗറ്റീവ് പരിഗണിക്കേണ്ട. അപ്പോൾ കുട്ടികളുടെ എണ്ണം നമുക്ക് 6 എന്ന് കിട്ടും.
ഇവിടെ 1/a സമം 1/b പ്ലസ് 1/c എന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കുകയാണ് വേണ്ടത്. 1/12 സമം 1/20 പ്ലസ് 1/30. അതേപോലെ 1/20 സമം 1/30 പ്ലസ് 1/60. 1/30 സമം 1/40 പ്ലസ് 1/120. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാക്കുമ്പോൾ ഈ ഒരു പ്രത്യേകത അനുസരിച്ചിട്ടുള്ള സംഖ്യകളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രമിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ABC എടുക്കുമ്പോൾ BC എന്ന് പറഞ്ഞതും A × B + C തുല്യമാവണം എന്നേ ഉള്ളൂ. ആ ഒരു പ്രത്യേകത ഉപയോഗിച്ചിട്ട് സംഖ്യകൾ എടുക്കുകയാണ് എങ്കിൽ, അതായത് ബിയും സിയും ഗുണിക്കുന്നതും A × B + C തുല്യമാവണം. ഇപ്പോൾ 12, 20, 30 നമ്മൾ പരിഗണിക്കുമ്പോൾ BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഗുണിക്കണം 30 600. A × B + C 12 ഗുണിക്കണം 30ഉം 20ഉം കൂട്ടിയത് 50. 12 ഗുണിക്കണം 50 600. ഈ പ്രത്യേകത വരുന്ന സംഖ്യകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് പറ്റുന്ന പോലെ ശ്രമിച്ചു നോക്കുക. ഇത് കണ്ടെത്താൻ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിൽ കുറച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ രീതി പറ്റുമോ എന്ന് നോക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ മിഠായി കണക്കുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. ടെക്സ്റ്റിലെ ചോദ്യം തന്നെയാണ്. ഒരു സംഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകളുണ്ട്. രണ്ടും തുറന്നു വച്ചാൽ 12 മിനിറ്റ് കൊണ്ട് സംഭരണി നിറയും. ചെറിയ കുഴൽ മാത്രം തുറന്നു വച്ചാൽ നിറയാനെടുക്കുന്ന സമയം വലിയ കുഴൽ മാത്രം തുറന്നു വച്ചാൽ നിറയാനെടുക്കുന്ന സമയത്തേക്കാൾ 10 മിനിറ്റ് കൂടുതലാണ്. ചെറിയ കുഴൽ മാത്രം തുറന്നു വച്ചാൽ എത്ര സമയം കൊണ്ട് സംഭരണി നിറയും? ഇതാണ് ചോദ്യം. ഈ ചോദ്യം നമുക്ക് ഇവിടെ ആകെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് 1 എന്ന രീതിയിലാണ് എടുക്കുക. ഇത്തരം ചോദ്യങ്ങൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യമാണ് ഇനി സൂചിപ്പിക്കുന്നത്. ഇവിടെ വലിയ കുഴൽ എടുക്കുന്ന സമയം നമുക്ക് എക്സും, ചെറുത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് x + 10. 1/x + 1/x + 10 സമം രണ്ടും ചേരുമ്പോൾ സമയം തന്നിട്ടുണ്ട് 12 ആണ്. 1/12 എന്ന് തന്നിട്ടുണ്ട്. വലുതാവുമ്പോൾ x, ചെറുതാവുമ്പോൾ x + 10, രണ്ടും ചേരുമ്പോൾ 12. ഇവിടെ നമ്മൾക്ക് 1/a + 1/b ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ക്രോസായിട്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് x + 10 + x x × x + 10 സമം 1/12 എന്ന് കിട്ടും. അത് ക്രോസായിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12x + 120 + 12x സമം x² + 10x എന്ന് കിട്ടും. x² - 14x - 120 സമം 0. അപ്പോൾ -20ഉം +6ഉം ഗുണിച്ചു കഴിഞ്ഞാൽ -120 കിട്ടും. -20ഉം +6ഉം കൂട്ടിക്കഴിഞ്ഞാൽ -14 കിട്ടും. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് വില എടുക്കേണ്ട ആവശ്യമുള്ളൂ. x സമം 20 എന്ന് കിട്ടും. ഇവിടെയൊക്കെ നമുക്കൊരു പ്രയാസം വരുന്നത് ആ ഭിന്നസംഖ്യകളായിട്ട് ഇവിടെ ഉൽക്രമമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെയൊക്കെ വരുന്നത് ഈ ഭിന്നസംഖ്യകൾ കൂട്ടലാണ്. ഒരു സംഖ്യയും അതിൻ്റെ വ്യുൽക്രമം കൂട്ടിക്കഴിഞ്ഞാൽ 1.5 കിട്ടുമോ എന്നാണ്. സംഖ്യ x എടുത്തു കഴിഞ്ഞാൽ വ്യുൽക്രമം 1/x ആണ്. x + 1/x സമം 1.5 നമുക്ക് 3/2 എന്ന് എഴുതാം. അപ്പോൾ x + 1/xനെ നമുക്ക് എങ്ങനെ എഴുതാം? x² + 1/x എന്ന് എഴുതാം. സമം 3/2. ആ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2x² + 2
മൈനസ് 3x സമം 0. 2x² പ്ലസ് 2 മൈനസ് 3x സമം 0. ഇവിടെ അതിൻ്റെ സംഖ്യകൾ നമ്മൾ ആ സൂത്രവാക്യം ഉപയോഗിക്കുകയാണ് എങ്കിൽ a സമം 2, b സമം -3, c സമം 2 എന്ന് കിട്ടും. അപ്പോൾ അത് വിവേചകം b² മൈനസ് 4ac കാണുകയാണ് എങ്കിൽ b² 9 മൈനസ് 16 സമം -7 എന്ന് കിട്ടും. -7 എന്ന് കിട്ടും. ഇപ്പോൾ ഇത്തരത്തിലൊരു സംഖ്യ ഉണ്ടാവില്ല. കാരണം അതിന് വർഗ്ഗമൂലം ഇല്ലാത്തത് കൊണ്ട്, പരിഹാരം ഇല്ലാത്തത് കൊണ്ട് ഒരു സംഖ്യയുടെയും അതിൻ്റെ ഉൽക്രമത്തിൻ്റെയും തുക 1/2 ആകില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ രീതി ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ പ്രയാസം വരുന്നത് ആ ഭിന്നസംഖ്യ. ഇവിടെ നമ്മൾ ആ സൂത്രവാക്യം ഉപയോഗിച്ചിട്ടുള്ള കണക്കുകളൊന്നുകൂടി പരിചയപ്പെടുകയാണ്. ഇവിടെ ചോദ്യം ചുരുക്കിയിട്ടേ എഴുതിയിട്ടുള്ളൂ. ചോദ്യം ഇതാണ്: 4x² പ്ലസ് 12x പ്ലസ് 9 സമം 0. 4x² പ്ലസ് 12x പ്ലസ് 9 സമം 0. ഇവിടെ a സമം 4 ആണ്, b സമം 12 ആണ്, c സമം 9 ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട അതിൻ്റെ വിവേചകം കാണുകയാണ്. വിവേചകം എന്ന് പറഞ്ഞാൽ b² മൈനസ് 4ac. b² എന്ന് പറഞ്ഞാൽ 12 × 12 144 മൈനസ് 4ac. അപ്പോൾ 4ac എന്ന് പറയുമ്പോൾ 4 ഗുണിക്കണം 4 ഗുണിക്കണം 9 144 കിട്ടും. 144 നിന്ന് 144 കുറച്ചാൽ 0 കിട്ടും. 0ൻ്റെ വർഗ്ഗമൂലം 0 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് പരിഹാരങ്ങളാണ്. ഒന്ന് √-b പ്ലസ് b² മൈനസ് 4ac ബൈ 2a. അടുത്തത് -b മൈനസ് √b² മൈനസ് 4ac ബൈ 2a. ഇവിടെ ആ രണ്ട് പരിഹാരങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് -1.5 -1.5 എന്ന് ആ രണ്ട് പരിഹാരങ്ങൾ കിട്ടും. രണ്ടാമത്തെ ചോദ്യം: 2x² മൈനസ് 7x പ്ലസ് 6 സമം 0. 2x² മൈനസ് 7x പ്ലസ് 6 സമം 0. ഇവിടെ a 2 ആണ്, b -7 ആണ്, c സമം 6 ആണ്. ആദ്യം നമ്മൾ വിവേചകം കാണുന്നു. b² മൈനസ് 4ac. b -7 ആണ്. അപ്പോൾ -7നെ -7 കൊണ്ട് ഗുണിച്ചാൽ b² 49 എന്ന് കിട്ടും. 4ac 4 × 2 × 6 48 എന്ന് കിട്ടും. അപ്പോൾ b² മൈനസ് 4ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49ൽ നിന്ന് 48 കുറച്ചത് 1. 1ൻ്റെ വർഗ്ഗമൂലം 1 ആണ്. അപ്പോൾ √b² മൈനസ് 4ac എന്ന് പറഞ്ഞത് 1 കിട്ടും. ഇനി നമുക്ക് രണ്ട് പരിഹാരങ്ങളുണ്ടാവും. -b പ്ലസ് √b² മൈനസ് 4ac ബൈ 2a. അടുത്തത് -b മൈനസ് √b² മൈനസ് 4ac ബൈ 2a. അപ്പോൾ നമുക്ക് അവിടെ വില കൊടുത്തു കഴിഞ്ഞാൽ 2, അടുത്തത് 1.5 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം: 3x² പ്ലസ് 8x പ്ലസ് 9 സമം 0. 3x² പ്ലസ് 8x പ്ലസ് 9 സമം 0. ഇവിടെ b എന്ന് പറഞ്ഞത് 8 ആണ്. അപ്പോൾ b² 8 64. 4ac എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 3 ഗുണിക്കണം 9 108 എന്ന് കിട്ടും. അപ്പോൾ 64ൽ നിന്ന് 108 കുറച്ചാൽ -44 ആണ് കിട്ടുക. അപ്പോൾ വിവേചകം നെഗറ്റീവായി. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം ഇല്ല.
അപ്പോൾ നമുക്ക് ഇവിടെ ആ വിവേചകത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് പരിഹാരം ഉണ്ടോ ഇല്ലേ, ആ പരിഹാരം എങ്ങനെയാവും എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ആ വിവേചകം കണ്ടതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇത്തരം രീതിയിൽ കണക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വിവേചകം കാണുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ബഹുപദങ്ങളുടെ ഒരു 1-2 ഉദാഹരണങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. ബഹുപദം എന്ന് പറഞ്ഞാൽ അതൊരു ബീജഗണിത വാചകമാണ്. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു x² മൈനസ് 7x പ്ലസ് 12 സമം 0 ഇല്ല. 0 കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടാം കൃതി സമവാക്യമായിട്ട് മാറും. ഇനി നമ്മൾ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടു. 4ഉം 3. അപ്പോൾ അതിൻ്റെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-4ഉം x-3ഉം ആണ്. അതായത് x-4ഉം x-3ഉം ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു x² മൈനസ് 7x പ്ലസ് 12 എന്ന ബഹുപദം കിട്ടും. ഇവിടെ നമ്മൾ അതേ ആശയം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, ഒരു x² പ്ലസ് 7x പ്ലസ് 12. ഇവിടെ നമുക്കതിൻ്റെ പരിഹാരം കാണുമ്പോൾ -3 -4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബഹുപദമാകുമ്പോൾ അവിടെ സമം 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഘടകം എന്ന് പറഞ്ഞാൽ x+3ഉം x+4ഉം ആണ്. അതായത് x+3ഉം x+4ഉം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് x² പ്ലസ് 7x പ്ലസ് 12 എന്ന ബഹുപദം കിട്ടും. ഇവിടെ a 2 എന്നേ ഉള്ളൂ. 2x² മൈനസ് 5x പ്ലസ് 2. അവിടെ നമ്മൾ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം 2.5 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞത് x -2ഉം അതേപോലെ x -0.5 അല്ലെങ്കിൽ 1/2 ആണ്. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2x² മൈനസ് 5x പ്ലസ് 2 എന്ന ബഹുപദം കിട്ടും. ഇവിടെ സൂചിപ്പിച്ചത് നമുക്ക് ഈ രണ്ടാം കൃതി സമവാക്യങ്ങളുടെ പരിഹാരം കാണുന്ന രീതി തുടർന്നു വരുന്ന ബഹുപദങ്ങൾ എന്ന അധ്യായത്തിലും ഉപയോഗിക്കേണ്ടി വരും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാം കൃതി സമവാക്യങ്ങളുടെ പരിഹാരങ്ങൾ കാണുന്നതിന് നമ്മൾ പല രീതികളും പഠിച്ചു. തുക ഗുണനഫലം എന്ന ആശയം ഉപയോഗിച്ചിട്ട്, വർഗം പൂർത്തീകരിച്ചിട്ട്, ഇത് ഏതാണോ നമുക്ക് സൗകര്യമുള്ളത് ആ രീതി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ax² പ്ലസ് bx പ്ലസ് c സമം 0 എന്ന രീതിയിലാണ് രണ്ടാം കൃതി സമവാക്യം വരുന്നത്. ഇതിൽ എയുടെ വില 1 അല്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യം ആ സൂത്രവാക്യം ഉപയോഗിക്കുകയായിരിക്കും. -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a) എന്ന സൂത്രവാക്യം ഉപയോഗിക്കുകയായിരിക്കും സൗകര്യം. ഇവിടെ നമ്മൾ ആദ്യം അത് എഴുതിയതിന് ശേഷം എയും ബിയും സിയും കാണണം. പിന്നീട് നമ്മൾ കാണേണ്ടത് വിവേചകമാണ്. b² - 4ac. അതിൻ്റെ
രീതിക്കനുസരിച്ച് നമുക്കതിന് പരിഹാരം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നെഗറ്റീവാണെങ്കിൽ ഇല്ല എന്ന് പറയാം. അത് പൂജ്യമാണെങ്കിൽ ഒരേപോലത്തെ രണ്ട് പരിഹാരങ്ങളുണ്ടാവും. അത് പോസിറ്റീവാണെങ്കിൽ, അതായത് പൂജ്യത്തിൻ്റെക്കാൾ മുകളിൽ ആണെങ്കിൽ രണ്ട് വ്യത്യസ്ത പരിഹാരങ്ങൾ ഉണ്ടാകും. ഇവിടെയൊക്കെ നമ്മുടെ ഈ പരിഹാരങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് b² - 4ac എന്ന വിവേചകമാണ്. ഇത്തരം കണക്കുകളിൽ ആദ്യം നമ്മൾ കാണേണ്ടത് വിവേചകം കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ax² + bx + c = 0-ത്തിൽ a എന്ന് പറഞ്ഞത് 1 അല്ല എങ്കിൽ നമുക്ക് ഈ രീതിയായിരിക്കും കുറച്ചുകൂടി സൗകര്യം. രണ്ടാം കൃതി സമവാക്യങ്ങളിൽ പല ചോദ്യങ്ങളും നമുക്ക് ഊഹിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. അത്തരം ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്തരം രീതിയിൽ അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഒരു നിശ്ചിത ക്രമത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 50-ഉം ചുറ്റളവ് 33-ഉം ആണെങ്കിൽ, പരപ്പളവ് 50-ഉം ചുറ്റളവ് 33-ഉം ആണെങ്കിൽ അതിൻ്റെ നീളം വീതി കാണുക. ഇവിടെ നമുക്ക് പരപ്പളവ് 50 എന്ന് തന്നിട്ടുണ്ട്. നീളം വീതിയാണ് കാണേണ്ടത്. ചുറ്റളവ് 33 ആണ്. ആ 33ൻ്റെ പകുതി എന്ന് പറഞ്ഞത് 16.5 ആണ്. അപ്പോൾ നീളം വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 16.5 കിട്ടണം. നീളം വീതിയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50-ഉം കിട്ടണം. ഈ ഒരു ഉത്തരം പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മളൊരു ക്രമത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് നമുക്ക് രണ്ടാം കൃതി സമവാക്യങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചെയ്യാൻ കഴിയും. ഇവിടെ പറഞ്ഞത് നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 16.5 കിട്ടണം. നീളവും വീതിയും ഗുണിച്ചു കഴിഞ്ഞാൽ 50-ഉം കിട്ടണം. അപ്പോൾ നീളം വീതി എന്ന് പറയുമ്പോൾ നീളം വീതിയും തുല്യമായാൽ കഴിഞ്ഞാൽ നമുക്ക് 8 വരും. 8 കൂട്ടിക്കഴിഞ്ഞാൽ 16.5ആണ്. പക്ഷേ അതൊരു സമചതുരാവും. നമ്മുടെ ചതുരത്തിന് നീളമാണ് വലുത്. പക്ഷെ 8 ഗുണിച്ചാൽ 50 കിട്ടൂല. അപ്പം അതുകൊണ്ട് നമുക്ക് ഉത്തരം 8 അല്ല. ഇനി നമ്മൾ ആ നീളം നമ്മൾ ഒരു ക്രമത്തിൽ കൂട്ടി വരുമ്പോൾ അതിൻ്റെ വീതി അതേ ക്രമത്തിൽ തന്നെ കുറച്ച് വരികയാണ് എങ്കിൽ എപ്പോഴാണ് നമുക്ക് അത് രണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ 50 കിട്ടുക എന്ന് നോക്കിയാൽ മതി. ഒരേ ക്രമത്തിൽ നീളം കൂട്ടുകയും അതേ ക്രമത്തിൽ വീതി കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൊത്തം 16.5 തന്നെ വരും കൂട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ താഴത്തേക്ക് എഴുതി കഴിഞ്ഞാൽ 12.5 നീളവും 4 വീതിയുമായാൽ നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നീളം എന്ന് പറഞ്ഞത് 12.5 വീതി എന്ന് പറഞ്ഞത് 4 ആണ്. അപ്പോൾ ഇത്തരം കണക്കുകളും
രണ്ടാം കൃതി സമവാക്യങ്ങൾ ഒന്നും ഇല്ലാതെ, സൂത്രവാക്യങ്ങളോ വർഗം പൂർത്തീകരിക്കുകയോ ഒന്നുമില്ലാതെ ഊഹിച്ചാൽ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക. അത്തരം രീതിയിൽ ഒന്ന് ചിന്തിച്ചതിന് ശേഷം അതിനെ സമവാക്യങ്ങളിലേക്ക് മാറ്റി രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ രൂപത്തിലേക്ക് ഒന്നും കൂടി ക്രമപ്പെടുത്തി പരിഹാരങ്ങൾ കാണുന്ന ഒരു രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ രണ്ടാം കൃതി സമവാക്യങ്ങളിലെ പരിഹാരം കാണുന്ന രീതി 10ാമത്തെ അധ്യായമായിട്ടുള്ള ബഹുപദങ്ങളിലും അതിൻ്റെ ഘടകങ്ങൾ കാണുമ്പോൾ ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആ സമയത്തും നമ്മൾ ഈ രീതി തന്നെ ആണ് അതിൻ്റെ ഘടകങ്ങൾ കാണുന്നത്. ബഹുപദങ്ങളുടെ ഘടകങ്ങൾ കാണാനും നമ്മൾ ഈ സൂത്രവാക്യം, രണ്ടാം സമവാക്യത്തിലെ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ഘടകങ്ങൾ കാണാനുണ്ട്. നമ്മൾ പിന്നീട് വരുന്ന 10ാം ക്ലാസ്സിലെ അധ്യായത്തിലാണ് നമുക്കിത് പഠിക്കാൻ ഉള്ളത്.